Hello friends, welcome back to Art and Ashraf YouTube channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ കളറിൽ ഒരു A4 പോസ്റ്റർ ഡിസൈൻ ചെയ്തതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ A4 പോസ്റ്ററാണ് ഇവിടെ കാണുന്നത്. ഈ പോസ്റ്ററിൻ്റെ ഒരു പ്രിൻറ്റിംഗ് ഏരിയ നമുക്കിവിടെ കാണാവുന്നതാണ്. 19 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 26 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു A4 പോസ്റ്റർ പ്രിൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കാരണം ഉയർന്ന ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് ഒരു A3 സൈസിലുള്ള പേപ്പറിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതുപോലെ A4 പേപ്പറിലും പ്രിൻറ്റ് ചെയ്യുന്നു. ഇതൊരു A3 സൈസിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഇവിടെ കാണിക്കാം. നമ്മൾ ഈ A4 സൈസിലുള്ള ആർട്ട് ബോർഡ് തന്നെ ഇവിടെ A3 സൈസിലുള്ള ഒരു ആർട്ട് ബോർഡാക്കി മാറ്റുന്നു. ശേഷം ഈ ഒരു വർക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നതാണ് ഇവിടെ തൽക്കാലം കാണിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ പ്രൊഫഷണലായിട്ട് കോപ്പി ചെയ്യുന്നൊരു രീതിയുണ്ട്. കാരണം നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കിട്ടേണ്ടതുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു A3 സൈസിലേക്ക് കോപ്പി ചെയ്തിടുമ്പോൾ 2 സെൻറ്റിമീറ്റർ സ്പേസാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ നേർ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ ഓരോ പോസ്റ്ററിന് ഓരോ സെൻറ്റിമീറ്റർ വീതം വൈറ്റ് ഭാഗം കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുന്ന രീതി നമ്മൾ അടുത്ത വീഡിയോയിലൂടെയാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന അതേ അളവിലേക്ക് കോപ്പി ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പല വർക്കുകളും ഇങ്ങനെ ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ്, പോസ്റ്ററുകളൊക്കെ പ്രിൻറ്റിങ്ങിനായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അളവിലേക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വീഡിയോയിൽ അങ്ങനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ശേഷം ഈ 2 ഫയലും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അലൈൻമെൻ്റ് ആയിട്ട് സെൻറ്റർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതൊരു A3 സൈസിലുള്ള പേജിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു പേജ് നമുക്ക് പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് പോളിമാസ്റ്റർ എന്നുള്ളൊരു മെറ്റീരിയൽ പ്രിൻ്റ് ചെയ്യുന്നു. ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ പ്രിൻറ്റിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ CTP പ്ലേറ്റ് ഉപയോഗിച്ചിട്ടും പ്രിൻ്റ് ചെയ്യാറുണ്ട്. അതാണ് സാധാരണ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഈ പോളിമാസ്റ്റർ മെത്തേഡിലുള്ള പ്രിൻറ്റിംഗ് രീതി വളരെയധികം ചിലവ് കുറഞ്ഞ ഒരു പ്രിൻറ്റിംഗ് രീതിയാണ്. ഇങ്ങനെ സിംഗിൾ കളറിലുള്ള താൽക്കാലികമായിട്ടുള്ള പോസ്റ്ററുകൾ, ഉത്സവത്തിൻ്റെ പ്രഭാഷണങ്ങളുടെയൊക്കെ പോസ്റ്ററുകൾ പോളിമാസ്റ്റർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇതുപോലെ A5 സൈസിലും സാധാരണ ഇങ്ങനെ സിംഗിൾ കളർ പോസ്റ്റർ പ്രിൻ്റ് ചെയ്തെടുക്കാറുണ്ട്. A5 സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A4 സൈസിൻ്റെ നേർ പകുതി സൈസിനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഈ ഒരു സൈസിനെ 1/8 എന്നും പറയാറുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ A5 എന്ന് പറഞ്ഞാൽ ഈ A4 സൈസിൻ്റെ നേർ പകുതിയാണ്. അവിടെ 1/8 എന്ന് പറയുന്നത് A4 സൈസിനേക്കാൾ അല്പം കൂടെ വലിയ ഒരു സൈസിനെയാണ് 1/8 എന്ന് പറയുന്നത്. ഇങ്ങനെ 1/8 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വലിയ സൈസിലുള്ള പേപ്പർ ബണ്ടിലാണ് വരുന്നത്. 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 70 സെൻറ്റിമീറ്റർ സൈസിലുള്ള വലിയ പേപ്പറാണ് വരുന്നത്. ഇതിനെ 8ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭാഗമാണ് ഈ 1/8 എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് A5 എന്ന് പറയാറുള്ള 1/8ലേക്ക് തന്നെ വരാം. നമ്മൾ അങ്ങനെ ഒരു പോസ്റ്ററാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവ് സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? നമ്മളൊരു A4 ഇല്ലുസ്ട്രേറ്ററിൽ ഒരു A4 പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ ടോളായിട്ടോ അല്ലെങ്കിൽ വൈഡായിട്ടോ അങ്ങനെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നമ്മുടെ പ്രിൻ്റ് ഏരിയ ആദ്യം അടയാളപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു A5 പോസ്റ്ററിൻ്റെ പ്രിൻ്റ് ഏരിയ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, ഹൈറ്റ് 19 സെൻറ്റിമീറ്ററും ആണ്. ഈ നേരത്തെ ചെയ്തതുപോലെ ഫോട്ടോഷോപ്പിൽ ചെയ്യാനുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മാത്രം പല പോസ്റ്ററുകൾക്കും ടെക്സ്റ്റുകളോ മറ്റു കാര്യങ്ങളോ വെക്ടർ ഫോർമാറ്റുകളൊക്കെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക.
ഇമേജുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോട്ടോഷോപ്പിനെ ആശ്രയിക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലുള്ള വർക്കുകളെല്ലാം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ചെയ്യുന്നു. ഇങ്ങനെ സെൻറ്ററിൽ അലൈൻ ചെയ്തതിനു ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അപ്പോൾ അങ്ങനെ ഒരു 180 അല്ലെങ്കിൽ A5 സൈസിലുള്ള ഒരു നോട്ടീസാണ്. ഇത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് നേരത്തെ കാണിച്ചതുപോലെ A4 സൈസിലുള്ള ഒരു പേപ്പറിലാണ് ഇത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിർബന്ധമായിട്ട് 2 സെൻറ്റിമീറ്റർ എങ്കിലും സ്പേസ് വേണം. ചിലപ്പോൾ അത് 2.5 സെൻറ്റിമീറ്റർ ഇടാറുണ്ട്. അതിനുശേഷം ഇവിടെ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ വൈറ്റ് ഒരു പോസ്റ്ററിന് ലഭിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിങ് ഇത്തരം പോസ്റ്ററുകൾക്ക് ചെയ്യാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ സിംഗിൾ കട്ടിങ്ങിലൂടെ ഇത് 2 സെക്ഷനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരം സിംഗിൾ കളറിലുള്ള പോസ്റ്ററുകൾ നമ്മൾ A3 സൈസിലുള്ള പോസ്റ്ററുകൾ, ഒറ്റ പോസ്റ്ററുകൾ ചെയ്യാറുണ്ട്. സാധാരണ ഉത്സവങ്ങൾക്കൊക്കെ അങ്ങനെ A3 സൈസിലുള്ള പോസ്റ്ററുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ എത്രയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ന്യൂ പേജ് നമ്മൾ എടുക്കുന്നു. ഇവിടെ A3 സൈസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വൈഡായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ വെർട്ടിക്കലായിട്ടോ ഹോറിസോണ്ടലായിട്ടോ ഉള്ള പോസ്റ്ററുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു A3 സൈസിലുള്ള പോസ്റ്ററിൻ്റെ പ്രിൻറ്റിങ് ഏരിയ എത്രയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ പോസ്റ്ററിൻ്റെ വിഡ്ത്ത് 39 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് 26 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ ഒരു ബോക്സ് നമ്മളിവിടെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യുന്നു. ഇതാണ് A3 സൈസ് പോസ്റ്ററിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ. ഇതിനകത്ത് വേണം നമ്മൾ എല്ലാ ഡിസൈനുകളും ചെയ്യാനായിട്ട്. അടുത്തായിട്ട് സിംഗിൾ കളറിൽ ഒരു A3 സൈസിലുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്തത് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മളൊരു A3 സൈസിലുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല രീതിയിലും ചെയ്യാറുണ്ട്. ഒരുപാട് ഡിസൈനായിട്ടുള്ള ബോർഡറൊക്കെ കൊടുത്തിട്ട് കൂടുതൽ മനോഹരമാക്കാവുന്നതാണ്. ഈ കാണുന്ന ഒരു ബ്ലാക്ക് ബോർഡറാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ എന്ന് പറയാവുന്നത്. അതിൻ്റെ അളവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 39 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 26 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും ഗ്രേ സ്കെയിലാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു വർക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ പ്രിൻറ്റിങ് മെഷീനിലാണ് കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ലീഗൽ സൈസിലും ചില വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. പോസ്റ്റർ വർക്ക് വളരെ കുറവാണ് ലീഗൽ സൈസിൽ ചെയ്യാറുള്ളത്. എങ്കിലും അങ്ങനെ ഒരു സൈസിൻ്റെ പ്രിൻറ്റിങ് ഏരിയ എത്രയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ലീഗൽ സൈസിലുള്ള ഒരു പേജ് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ലീഗൽ സൈസ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ലീഗൽ സൈസിലേക്കുള്ള ഒരു പ്രിൻ്റ് ഏരിയ എന്ന് പറയുന്നത് 31 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത്, 19 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത്രയും ഭാഗത്ത് ആണ് അതിൻ്റെ ഡിസൈനുകൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ കളർ പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഏകദേശം രൂപം മാത്രമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. കാരണം പ്രിൻറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോപ്പി ചെയ്ത് ഡബിൾ ആക്കുമ്പോഴൊക്കെ അതിൻ്റെ അകലങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ ഒരു വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ബിൽ ബുക്കുകൾ, കൂപ്പണുകളൊക്കെ അടിക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്പേസ്, കട്ടിംഗ് മാർക്ക് കാര്യങ്ങൾ, അതിൻ്റെ വർക്കിംഗ് ഏരിയ എത്ര വരാം എന്നുള്ളതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ട അളവുകളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്ന കുറച്ച് വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇതിലെ അളവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ഇത് കുറച്ച് വിശദീകരണങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സ് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. എങ്കിലേ നമുക്കത് നമ്മുടെ വീഡിയോകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെയും ഗുഡ് ബൈ.